ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോർട്ടിൻ്റെ ഈ വ്യൂ നിന്നാണ് തുടങ്ങുന്നത്. സ്റ്റാർട്ടിങ് ഇത് നമ്മളെ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോൺ തരംതിരിച്ച് ബാർജിലേക്ക് കയറ്റാൻ വേണ്ടി റെസ്റ്റ് ചെയ്യുന്ന, അതായത് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് കൂട്ടിയിട്ടുള്ളത്. ഇതാ നമുക്ക് എക്സ്കവേറ്റർ ഉപയോഗിച്ച് കാണാം നമുക്ക് റോക്ക് പിക്ക് ചെയ്യുന്ന എക്സ്കവേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലോറികളിലും നമ്മുടെ ഈ കാണുന്ന എഞ്ചിൻലെസ് ബാർജിലുമായിട്ടാണ് എൻഡ് ഓൺ ഡംപിങ്ങിന്, ഇപ്പോൾ നമുക്ക് എൻഡ് ഓൺ ഡംപിങ് അടുത്ത പോർഷനിൽ പോകുമ്പോൾ കാണാൻ പറ്റി, എൻഡ് ഓൺ ഡംപിങ്ങിലേക്ക് സ്റ്റോൺ കൊണ്ടുപോകുന്നത്. നമുക്ക് ബ്രേക്ക് വാട്ടർ അപ്ഡേഷൻ ഹൈയസ്റ്റ് ആയിട്ടൊരു പോയിൻ്റ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അതിന് മുന്നോടിയായിട്ട് പുതിയ ഓരോ വ്യൂ എന്നാണ് നമ്മൾ ഓരോ ആഴ്ചയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടിയൊരു വ്യൂ ആണിത്. ഇവിടെ നിന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ബ്രേക്ക് വാട്ടറിലേക്ക് സ്റ്റോൺ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാ നമ്മളെ ഈ മുന്നിൽ കാണുന്ന, ഇവിടെ കാണുന്നതാണ് ഇതാ എഞ്ചിൻലെസ് ബാർജിൽ വലിയ കല്ലുകൾ, വലിയ സ്റ്റോണുകൾ തരംതിരിച്ച് നിറച്ച് വെച്ചിട്ടുണ്ടത്. ഇനി ഈ തൊട്ടടുത്തൊരു ബോട്ടും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് എൻഡ് ഓൺ ഡംപിങ്ങിന് വേണ്ടി എഞ്ചിൻലെസ് ബാർജിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ എഞ്ചിൻ ഓൺ ബാർജ് നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പം ഡംപിങ്ങിനായി പോയിരിക്കുകയാണ്. 2 എക്സ്കവേറ്ററാണ് ഞായറാഴ്ച രാവിലെ ആയിട്ടുകൂടി വർക്ക് ചെയ്യുകയാണ് ഇവിടെ. ഞായറെന്നോ ശനിയെന്നോ ഡേയെന്നോ ഡേറ്റൊന്നുമില്ല, 24 hours വർക്കിംഗ് ആണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം. ഇതായി കല്ല് പിക്ക് ചെയ്താ വലിയ സ്റ്റോണൊക്കെ പിക്ക് ചെയ്ത് ലോറിയിലേക്ക് നിറയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഉണ്ടോ, ഇതവിടെ കാണാൻ സാധിക്കും. ഇതുവഴിയാണ് നമ്മുടെ ലോറികളെല്ലാം ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിലേക്ക് പോകുന്നത്. 10 മീറ്ററോളം വീതിയുണ്ട് ഇതിനകത്തുള്ള ഈ ലോറി പോകുന്ന റോഡിന്. ഇതാ ഈ കാണുന്ന കോൺക്രീറ്റ് ഭാഗത്തുകൂടിയാണ് നമുക്ക് പിന്നെ അതായത് ഇഞ്ചിനുള്ള സ്പ്ലിറ്റ് ബാർജ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് ലോറികളിലേക്ക് സ്റ്റോണ് ഡംപ് ചെയ്യുന്നത്. അത് കാണാൻ സാധിക്കുന്നു. കൂടെ നമ്മൾ കാണുന്ന പോർട്ടിൻ്റെ ഉൾവശമാണ്. നമ്മൾ തൊട്ട് താഴെ കൂടി സ്റ്റോണുമായിട്ട് ലോറികൾ, നാച്ചുറൽ സ്റ്റോണായിട്ട് ലോറികൾ പോകുന്നത് കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്താണ് വെയിറ്റ് ബ്രിഡ്ജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വെയിറ്റ് ബ്രിഡ്ജിൻ്റെ അവിടെ കൂടി ലോറികൾ വെയിറ്റ് നോക്കിയിട്ട് ഓരോന്നായിട്ട് വരും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ വെയിറ്റ് ബ്രിഡ്ജിൻ്റെ പണി സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇതാണ് PO ബിൽഡിങ്ങിൻ്റെ, പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മൾ ഈ കാണുന്നത്. അതുമാത്രമല്ല നമ്മുടെ ക്രെയിനായ കാൻഡിലിവർ റെയിൽമോണ്ടോ ഗ്രാൻഡ് ക്രെയിൻ E01 ആൻഡ് D02 ഇവ രണ്ടും ഫ്രണ്ടിലോട്ട് തന്നെ ഫ്രണ്ടിലോട്ടാണുള്ളത്. കാരണം ബാക്കിയുള്ള 3 ക്രെയിനും ഷിപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ. കാൻഡിലിവർ റെയിൽമോണ്ടോ ഗ്രാൻഡ് ക്രെയിൻ 3 എണ്ണം ഷിപ്പിൽ നിന്ന് ഇറക്കിയപ്പോഴത്തേക്കും ഇത് റീഅറേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ്, റീഅറേഞ്ചിൻ്റെ നടക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫ്രണ്ടിലോട്ട് വെച്ചിട്ടുള്ളത്. അതുമാത്രമല്ല 2 ഷിഫ്റ്റ് ഷോർ ക്രെയിൻ നമ്മൾ പണ്ട് ഇറക്കിയ പോലെ ഷെൻഫോ 50ൽ തന്നെ 2 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളാണ്. അത് ഒന്നിൻ്റെ ഭൂമി അത് ഉയർത്തി വെച്ചിട്ടുണ്ട്, ഒന്ന് താഴ്ത്തിയിട്ടുണ്ട്. 2 ക്രെയിനുകൾ ഇപ്പോൾ കപ്പലിൽ തന്നെയാണ് ഷിഫ്റ്റ് ഷോർ ക്രെയിൻ ഉള്ളത്. അതും നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് ഈ പറയുന്ന കാൻഡിലിവർ റെയിൽമോണ്ടോ ഗ്രാൻഡ് ക്രെയിൻ്റെയും ഷിഫ്റ്റ് ഷോർ ക്രെയിൻ്റെയും ക്ഷമത പരിശോധിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കണ്ടെയ്നർ, 40 ഫീറ്റ് കണ്ടെയ്നറും 20 ഫീറ്റ് കണ്ടെയ്നറും ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല 10ഓളം ലോറികളുടെ ചെയ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. എനിക്കൊന്ന് പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിലറിൻ്റെ ചെയ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ 2-3 പ്രേക്ഷകർ ഇത് പറയുണ്ടായി, ചെയ്സ് അവിടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ പോർട്ടിൻ്റെ സൈഡിലൊക്കെ കോൺക്രീറ്റിൻ്റെ ഭാഗമായിട്ടെന്ന് തോന്നുന്നു മണ്ണൊക്കെ മാറ്റിയിട്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ആഴ്ച തന്നെ ഫസ്റ്റ് വീഡിയോയിൽ അത് കണ്ടില്ല. അതിന് ശേഷമായിട്ടുള്ള വർക്കുകളാണ്, കോൺക്രീറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളാണ്. ആ ഷിപ്പിൻ്റെ സൈഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുന്നുണ്ടോ, ഷിപ്പിൻ്റെ സൈഡിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതും നമുക്കിവിടെ ഒന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഷെൻഫോ 15 അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ഷിഫ്റ്റ് ഷോർ ക്രെയിൻ അൺലോഡ് ചെയ്യുന്നതിൻ്റെ പണികൾ പുരോഗമിക്കുന്നുണ്ടോ. ഇപ്പോൾ ക്രെയിൻ്റെ മുൻവശം കുറച്ച് മുന്നിലോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇത് മണിക്കൂറോളം നീണ്ട പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കാത്തത്. കാരണം ഇത് ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നും സ്റ്റേബിളായിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുമ്പോഴുള്ള ആ ഒരു ക്രമീകരണങ്ങൾ നടത്തിയിട്ട് മാത്രമാണ് ഈ ക്രെയിൻ പതുക്കെയാണ് അൺലോഡ് ചെയ്യുന്നത് ബെർത്തിലേക്ക്. അപ്പോൾ അത് ചിലപ്പോൾ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് തന്നെ ആയിരിക്കും. ഇതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ടഗ് ബോട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇന്നത്തെ ദിവസം ഉള്ളത് ഈ പോർട്ടിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കാണാൻ സാധിക്കും. ഇവിടെ ആക്രോപോഡുകൾ നിരത്തി അവിടെ വെച്ചിട്ടുണ്ട്.
പിന്നെ ബ്രേക്ക് വാട്ടറിൻ്റെ കുറച്ച് പോർഷൻ കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പോർട്ടിൻ്റെ അടുത്ത വ്യൂയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ 2-3 വ്യൂ ഇൻക്ലൂഡിങ് ചെയ്താണ് നമ്മളെ വീഡിയോ പൂർത്തീകരിക്കുന്നത്. നമുക്ക് അടുത്ത 2-3 വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോഴും നമുക്ക് മുന്നിലുള്ള നാച്ചുറൽ സ്റ്റോൺ തരംതിരിച്ച് പോർട്ടിൻ്റെ സൈഡിലായിട്ട്, അതായത് പോർട്ടിൻ്റെ ഉൾവശത്തിൻ്റെ സൈഡിലായിട്ട് കൂട്ടിയിട്ടുണ്ട്, അധികം കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ആഴ്ചയാണ് അത് ഏറ്റവും കൂടുതൽ കാണുന്നത്. കഴിഞ്ഞ ആഴ്ച ഒന്നും അതില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് പിന്നെയും ഷൂട്ട് ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ഷെൻഫോ 15 നമുക്ക് അവിടെ ഉണ്ടെങ്കിലും ഇത് ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് സൈഡിൽ ചെമ്മണ്ണ് ഇപ്പോൾ ലോറിയിലെ കൊണ്ട് ഇറക്കുന്നുണ്ടോ. അതായത് ഇവർ ഈ ബെർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൊത്തം മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നത് ഈ പറയുന്ന ചെമ്മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ മണലില്ലേ, കടലിൽ കിട്ടുന്ന നാച്ചുറൽ സ്റ്റോൺ, അതിൻ്റെ മുകളിലാണ് ഫില്ല് ചെയ്യുന്നത്. ഈ കാണുന്ന സ്ഥലത്തെല്ലാം ചെമ്മണ്ണിട്ട് ഫില്ല് ചെയ്താണ് വന്നിട്ടുള്ളത്. ഇവിടെയും ലോറിയിലെ ചെമ്മണ്ണ്, പുറത്തു നിന്നുള്ള ചെമ്മണ്ണാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഞാൻ കാണിച്ചു തരാം, പോർട്ടിൻ്റെ കുറച്ച് ഭാഗത്ത് മണ്ണിങ്ങനെ ഇടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും, ഉണ്ടോ. അപ്പോൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ആ പറയുന്ന ബെർത്തിൻ്റെ സൈഡും ഈ പറയുന്ന യാർഡിലൊക്കെ കുറച്ചുകൂടി കുഴിച്ച ഭാഗത്തെല്ലാം ഈ ചെമ്മണ്ണിട്ടുകൂടി ഫില്ല് ചെയ്താൽ മാത്രമേ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കുള്ളൂ. വെറും മണലായിരുന്നാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന ചെമ്മണ്ണ് കൂടി ഇട്ട് ഫില്ല് ചെയ്യുന്നത്. അതിനാണ് ചെമ്മണ്ണിവിടെ ലോറിയിൽ ലോഡ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ മുന്നിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ടപ്പുറത്തൊരു ടക്ക് ബോട്ട് അതാ ഉണ്ട്, നമ്മളെ മുന്നിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. കോൺക്രീറ്റിൻ്റെ മിക്സർ മെഷീനും അവിടെ ഉണ്ട്. കോൺക്രീറ്റിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. 2-3 മിക്സർ മെഷീൻ ഉണ്ട്. അതുമാത്രമല്ല നമ്മുടെ റെയിൽസിൻ്റെ പണികളെല്ലാം നല്ല സ്പീഡിലാണ് നടക്കുന്നത്. നമ്മളെ ഷിഫ്റ്റ് ഷോർ ക്രെയിൻ്റെ അടുത്തും 40 ഫീറ്റിൻ്റെ ഒരു കണ്ടെയ്നർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഉണ്ട് 40 ഫീറ്റിൻ്റെ ഒരു കണ്ടെയ്നർ. STS ക്രെയിൻ്റെ തൊട്ട് താഴെയുണ്ട്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെ ഉൾവശത്തെ ഓരോ കാഴ്ചകൾ. ഇനി അടുത്തൊരു വ്യൂയിലേക്ക് പോയാൽ നമുക്കറിയാൻ പറ്റുന്നത് ട്രെഡ്ജ് ചെയ്ത മണലിൻ്റെയൊക്കെ അറിയുന്നുമെങ്കിൽ നമുക്ക് അടുത്ത വ്യൂയിലേക്ക് പോകണം. ഈ വ്യൂവിൽ അത് കാണാൻ സാധിക്കില്ല. പിന്നെ ബെർത്തിൻ്റെ സൈഡിലെ കുറച്ച് കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതെവിടെയൊക്കെ ബെർത്തിൻ്റെ പണികളെല്ലാം വളരെ വേഗത്തിൽ നടക്കുകയാണ്. നമ്മൾ ആ സെൻട്രൽ ഹബ്ബ് ഉപയോഗിച്ചുള്ള വ്യൂവിൽ നമ്മളന്ന് നോക്കിയപ്പോൾ നമുക്ക് ഏതാണ്ട് 370-80 മീറ്ററോളം ബെർത്തിൻ്റെ കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആ ബെർത്തിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗത്ത് തൊട്ട് താഴെ തന്നെ മണ്ണൊക്കെ ലെവലാക്കി കോൺക്രീറ്റിൻ്റെ ലെവലിലേക്ക് പോകുന്നതിന് വേണ്ടിയായിരിക്കും ഇവിടുത്തെ പണികളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ നിന്നൊക്കെ മണ്ണ് മാറ്റുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ ചെമ്മണ്ണ് റീഫില്ലിങ് ചെയ്യുന്നുണ്ട്. ആ വർക്കുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്ന ബെർത്തിൻ്റെ പോർഷനാണ് നമ്മളീ കാണുന്നത്. ബെർത്തിൻ്റെ ആ വശത്ത് കോൺക്രീറ്റ് വർക്കുകൾ നടക്കുകയാണ്. അതുമാത്രമല്ല സൈഡിൽ നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്യുന്നുണ്ട്. കാരണം ട്രെഡ്ജിങ് തൊട്ട് താഴെയാണ് ട്രെഡ്ജിങ് നടക്കുന്നത്. ട്രെഡ്ജിങ്ങിലെ നമ്മളെ മണലും ആ വെള്ളവുമായിട്ട് വരുന്ന ആ വെള്ളം വറ്റി മണൽ അവിടെ ആ ഒരു ബെർത്തിൻ്റെ പോർഷനിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ബ്രേക്ക് വാട്ടർ പോലെ ആ സൈഡിൽ കെട്ടിയെടുക്കുന്നത്. അതിൻ്റെ പണികളാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച വലിയ സ്റ്റോണുകളെല്ലാം നമ്മൾ മാറ്റി നമുക്ക് കാണാൻ സാധിക്കും. അതാ നമുക്ക് അങ്ങ് ദൂരെ വളരെ വളരെ കുറച്ചപ്പുറത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാ കാണാൻ സാധിക്കും നമുക്കവിടെ. അതിനു വേണ്ടിയാണ് 2 ലോറി സ്റ്റോണുകൾ അവിടെ ഉള്ളത്. നമ്മളെ തൊട്ട് താഴെയാണെങ്കിൽ നമ്മളെ ഒരു ക്രെയിന് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നമ്മളത് വിട്ടുപോയതല്ല. ഇതാ തൊട്ട് താഴെ ഒരു ക്രെയിനുണ്ട്. ഈ ക്രെയിനിലേക്ക് നമുക്ക് ബെർത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ലോറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ടോ. ഇത് ഇവിടെ സൈഡിലായിട്ട് വെക്കുകയാണ്. കാരണം പല സ്ഥലത്തിലുള്ള സ്ലാബ് ഇവിടെ അടുക്കി വെച്ചിട്ട് ഇവിടെ നിന്നും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ കാണാൻ സാധിച്ചു കഴിഞ്ഞ പ്രാവശ്യം. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു വലിയ ലോറിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഏതാണ്ട് എനിക്കൊണ്ട് 10 മീറ്ററെങ്കിലും ആ സ്ലാബിന് നീളം കാണും. ഉണ്ടോ, ആ സ്ലാബ് കൊണ്ടുവന്ന സ്ലാബെല്ലാം ഇവിടെ ഡംപ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് ഒരുമിച്ചായിട്ട് പല സ്ഥലങ്ങളിലുള്ള സ്ലാബ് ഇവിടെയായിട്ട് ആവശ്യത്തിനുള്ള സ്ലാബ് നമ്മൾ ബെർത്തിൻ്റെ വശത്തേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ കണ്ട വർക്കാണ് ഇത്. കണ്ടോ, ഒരു വലിയ ക്രെയിൻ ഇവിടെ ഉണ്ട്. ഉണ്ടോ, ഇത്രയും വലിയ ക്രെയിനാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ലാബിൻ്റെ വെയിറ്റ് എത്ര ടണ്ണാണ് നമുക്ക് ഊഹിക്കാന്നുള്ളൂ. അത്രയും വലിയ ക്രെയിനാണ് ഇവിടെ വന്നിട്ടുള്ളത്.
ഇനി നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ബെർത്തിൻ്റെ സൈഡിൽ ഇങ്ങ് ദൂരെ മണൽ കൂട്ടിയിട്ടുണ്ട്. ആ മണൽ കൂട്ടിയിട്ട മണൽ ലെവൽ ചെയ്യുന്നതിനായിട്ട് എക്സ്കവേറ്ററും ലോറികളും വളരെ വേഗത്തിൽ പണി നടത്തും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങോട്ടെല്ലാം അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കണ്ടോ. അതുമാത്രമല്ല നമ്മൾ കാൻറ്റിലിവർ റെയിൽ മോട്ടർ ഗ്രാൻഡ് ക്രെയിൻ E04 ഏറ്റവും ബാക്കിലായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുതിയ 3 ക്രെയിൻ കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോർട്ട് ഫുള്ള് ഏതാണ്ട് 800 മീറ്റർ ബെർത്ത് ഉണ്ടെങ്കിൽ അതിന് പേരലായിട്ട് തന്നെ യാർഡും കാണും. ആ യാർഡിൽ ഫുള്ള് ഇത് ലെവൽ ചെയ്ത് രണ്ട് റോ ആയിട്ടായിരിക്കും വെക്കുന്നത്. E01ഉം ഡിയും ഡി സീരീസ്, ഇ സീരീസും ഡി സീരീസുമാണ് നിലവിലുള്ളത്. ഇത് ബെർത്തിൻ്റെ സൈഡിലെ പോർഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും. ഇതിവിടെയൊക്കെ നല്ല പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പോർഷനിലാണ് ഈ പണികൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ പോർഷനിലാണ് ഞായറാഴ്ച രാവിലെ ഈ പോർഷനിലാണ് നടക്കുന്നത്. നമ്മൾ ഈ ലോറികൾ കൊണ്ടുപോയി സ്റ്റോണുകൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് കറക്റ്റ് സ്ഥാപിക്കുന്നതാണ്. അതായത് എടുത്ത് വെക്കുമ്പോൾ അടുക്കി വെക്കുമ്പോഴാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനാണ് ഈ ഒരു എക്സ്കവേറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കത് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ലോറികളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. തൊട്ട് താഴെ സ്ലാബുകളെല്ലാം ലോറിയിൽ നിന്ന് എടുത്ത് മാറ്റുന്നതും നമുക്കിവിടെ കാണാൻ, കണ്ടോ, ലെവൽ ചെയ്ത് അടുക്കി വെക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. 3 സ്ലാബാണ് അതിനകത്തുള്ളത്. ഇത് എക്സ്കവേറ്ററിൽ പിക്ക് ചെയ്ത് ഇത് അടുക്കി വെക്കുന്നു, ലെവൽ ചെയ്ത് വെക്കുന്നു. ഇവിടെ നിന്നും ആവശ്യത്തിനനുസരിച്ച് പോർട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ എല്ലാം സ്ലാബ് വളരെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തൊട്ട് താഴേക്ക് സ്ലാബ് വളരെ കൂടുതലുണ്ടോ. ഇവിടെ എല്ലാം സ്ലാബുകൾ വളരെ കൂടുതൽ തന്നെയുണ്ട്. ഇവിടെയും കാട് പിടിച്ചെടുക്കുന്ന അവിടെ എല്ലാം സ്ലാബാണ് കേട്ടോ. അത് ഇവിടെയൊക്കെ സ്ലാബാണ്. എനിക്ക് തോന്നുന്നു 800 മീറ്ററിന് ആവശ്യമായിട്ടുള്ള സ്ലാബെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും സ്ലാബൊക്കെ. ഇവിടെ എല്ലാം സ്ലാബുണ്ട്. പല സ്ഥലത്തായി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള സ്ലാബായിരിക്കും ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഈ വശത്തു നിന്നുള്ള വ്യൂ. ഇനി നമുക്കറിയേണ്ടത് ബ്രേക്ക് വാട്ടറിൻ്റെ നാച്ചുറൽ സ്റ്റോണും ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനാണ് നമുക്കറിയേണ്ടത്. നമുക്കിനി ആ അപ്ഡേഷനിലേക്ക് പോകാം. ഇത് അടുത്ത ലോറികളായിട്ട് വരുന്നുണ്ടോ, ധാരാളമായി സ്ലാബ് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ എടുക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളെ മുന്നിലായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന നാച്ചുറൽ സ്റ്റോണിൻ്റെ ഹിൽ അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോണിൻ്റെ മല പൂർണ്ണമായിട്ടും തീർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം ബ്രേക്ക് വാട്ടറിനും പിന്നെ നമ്മൾ ബെർത്തിൻ്റെ സൈഡിലേക്ക് ഡ്രഡ്ജിങ്ങിന് ആവശ്യമുള്ള മണ്ണ് ഫില്ല് ചെയ്യുന്ന സ്ഥലത്തും ഈ സ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ ഇത് വളരെയധികം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പണ്ട് പറയും പോലെ മല നമ്മളെ മുന്നിലില്ല, അത് തരംതിരിച്ച് തന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയ സ്റ്റോണും ചെറിയ സ്റ്റോണും തരംതിരിച്ചിരിക്കുന്നത് ഇതും തന്നെ ബ്രേക്ക് വാട്ടറിനെ എൻ്റെ പോർഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇങ്ങനെ തരംതിരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ എല്ലാം വളരെയധികം കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വ്യൂവിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ വ്യൂ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എഞ്ചിൻലെസ് ബാർജിലെ സ്റ്റോൺ ഫില്ലാക്കി നിർത്തിയിട്ടുള്ളത് നമ്മുടെ ഷെൻഹുവ 15 തൊട്ടടുത്തുണ്ട്. STS ക്രെയിൻ അൺലോഡിങ് വർക്ക് നടക്കുവാണെന്നും കണ്ടോ. ഇതാണ് STS ക്രെയിൻ്റെ അൺലോഡിങ് നടക്കുവാണ്. ഇത് ഒരു പോർഷൻ പൂർണ്ണമായിട്ടും പുറത്തേറിയിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പോർഷൻ ഈ സൈഡിലുണ്ട് ഉണ്ടോ. അതിൻ്റെ പണികൾ ഞായറാഴ്ചയായിട്ടുകൂടി നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, തൊട്ട് താഴെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് നമ്മുടെ നാച്ചുറൽ സ്റ്റോണ് തരംതിരിച്ച് ലോറിയിൽ കയറ്റുന്നതും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇതാ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ട സ്പ്ലിറ്റ് ബാർജ് ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. സ്പ്ലിറ്റ് ബാർജ് ഇവിടെ ഉണ്ട്. ഇനി ലോറികളായിട്ട് നിരനിരയായിട്ട് ലോറികളായിട്ട് സ്റ്റോണ് സ്പ്ലിറ്റ് ബാർജിലേക്ക് നിറയ്ക്കുന്നതായിരിക്കും. ഇതാണ് ഇവിടുത്തെ കാഴ്ച. അതിൻ്റെ അടുത്ത് 2 ബോട്ടുകളുമുണ്ട്. ഫ്രണ്ട്സ്, ഈ സ്പ്ലിറ്റ് ബാർജിന് എഞ്ചിനിലെ സ്പ്ലിറ്റ് ബാർജാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ 2 ബോട്ടുകളുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു എക്സ്കവേറ്ററുമുണ്ട്, നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഇതിൽ സ്റ്റോൺ നിറച്ചിട്ട് എക്സ്കവേറ്റർ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് എക്സ്കവേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ ഒരു സ്പ്ലിറ്റ് ബാർജ് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടോ, ഇതേപോലെ കല്ല് ഇറക്കി വെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അപ്ഡേഷൻ തുടങ്ങാം. ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്രോപാഡ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആക്രോപാഡ് ഇവിടെ എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ലോറികളെല്ലാം നിരനിരയായിട്ട് ബ്രേക്ക് വാട്ടറിന് എൻഡ് ഓൺ ഡംപിങ്ങിന് വേണ്ടി പോകുന്നതും കാണാൻ സാധിക്കും. കണ്ടോ, ഇതാ പോകുന്നുണ്ട്. ഇതെവിടെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം ആക്രോപാഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു.
ഇത് ആക്രോപോഡിൻ്റെ ക്രെയിൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അത് കാരണം ആ കടലിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെ മറു സൈഡ് ആക്രോപോഡ് ഫില്ല് ചെയ്തുകൊണ്ട് വരികയാണ്. അതായത് 100% ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ ഈ ക്രെയിൻ ഇരിക്കുന്ന സ്ഥലം വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും എക്സ്കവേറ്റർ വെച്ച് പണികൾ നടക്കുന്നു. നമ്മൾ 2-3 ഇഞ്ചിൻലെസ് ബാർജ് ഇവിടെ തന്നെയുണ്ട്. 2 ഇഞ്ചിൻലെസ് ബാർജ് സ്റ്റോണും 1 ഇഞ്ചിൻലെസ് ബാർജ് നമ്മളിവിടെ കാണാൻ പറ്റും. ഇതാ ഇവിടെയും കാണിച്ചുതരാം. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇതിവിടെ സ്റ്റോണ് ഫില്ല് ചെയ്തിരിക്കുന്നു. ഒന്നാണെങ്കിൽ സ്റ്റോണ് കയറ്റാൻ വേണ്ടിയിരിക്കുന്നു. ഇതാ ഇവിടെയാണെങ്കിൽ സ്റ്റോണ് ഫില്ല് ചെയ്ത ഇഞ്ചിൻലെസ് ബാർജിൽ നിന്നും സ്റ്റോൺ എടുത്ത് ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് 3-4 ഇഞ്ചിൻലെസ് ബാർജും 2 സ്പ്ലിറ്റ് ബാർജുകളുമുണ്ട് സ്റ്റോണ് എൻഡോൺ ഡംപിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതെല്ലാം വർക്ക് പൂർണ്ണഗതിയിൽ നടക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയിട്ട് കൂടി വർക്ക് ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് കൂടി നമുക്ക് ബെർത്തിൻ്റെ പാർട്ടുകൾ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കുറച്ച് വശം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ സൈഡിൽ കൂടി ഈ കുറച്ച് ഭാഗം മാത്രമാണ് ബെർത്തിൻ്റെ സൈഡ് ഇവിടെ കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ക്രെയിനെല്ലാം ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ കണ്ടോ, ഈ ക്രെയിനെല്ലാം ഇറക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെ പോർട്ട് കാണാൻ വളരെ മനോഹരമാണ്. കണ്ടോ, ഇപ്പോൾ 3 നിരയായി ക്രെയിനുകൾ നിരന്നിട്ടുണ്ട്. ഇതാ നമ്മളിപ്പോൾ ഇറക്കിയ ക്രെയിനാണെന്ന് തോന്നുന്നു, ZRMG E01 C01. അതായത് ഫസ്റ്റ് വന്നത് E0, സെക്കൻഡ് വന്നത് D0, തേർഡ് വന്ന് C0. അങ്ങനെ സിയും ഡിയും ഇയുമായിട്ടുണ്ട്. ഇനി എയും ബിയും കൂടി വന്നാൽ മതി. ഇപ്പോൾ വന്നപ്പോൾ C സീരീസ് ആണ് വന്നിട്ടുണ്ടോ. സി നമുക്കിവിടെ കാണാൻ സാധിക്കും. C സീരീസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. C01. D01 കഴിഞ്ഞ മുന്നേ വന്നു. ഫസ്റ്റ് വന്ന് E01 ആണ്. ഇപ്പോൾ 3 സീരീസിലായിട്ട് 3 നിരയായിട്ടാണ് ഇപ്പോൾ ക്രെയിൻ കാണാൻ സാധിക്കുന്നത്. 1, 2, 3 നിരയായിട്ട് നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ, പോർട്ടിൻ്റെ ഈ വശത്ത് നോക്കി കാണാൻ സാധിക്കും. Z സീരീസിൻ്റെ 3 ക്രെയിനുകളാണ് വന്നിട്ടുള്ളത്. STS ക്രെയിൻ ഒന്ന് അൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മളെ ഈ പോർട്ടിൽ നിന്ന് കാണുന്ന ഇന്നത്തെ അപ്ഡേഷൻ. ട്രാൻസ്പോർട്ടർ വേണ്ടത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ കപ്പലുകളുടെ കറണ്ട് സ്റ്റാറ്റസാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ആദ്യമായി ഷെൻഹുവ 24ൻ്റെ അപ്ഡേഷൻ നമുക്ക് നോക്കാം. ഷെൻഹുവ 24 നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചാൻസിങ് ഐലൻഡ് തന്നെയാണ്. ചാൻസിങ് ഐലൻഡ് അറിഞ്ഞുകൂടാത്തവർക്ക് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ചൈനയിലെ ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡ് പോർട്ടിലാണുള്ളത്. ഇവിടെ തന്നെയുണ്ട്. ഇതാണ് നമ്മുടെ ഷെൻഹുവ 24 സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ഷെൻഹുവ 29ൻ്റെ കറണ്ട് സ്റ്റാറ്റസ് നോക്കാം. ഇതാണ് നമ്മുടെ ഷെൻഹുവ 29. ഷെൻഹുവ 29 ഖലീഫ പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹോങ്കോങ് എത്തിയിരിക്കുന്നു. ഖലീഫ പോർട്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമായ നമ്മൾ ഈ പറഞ്ഞതുപോലെ ദുബായിക്ക് അടുത്തുള്ള നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് ഖലീഫ പോർട്ട്. വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടത്തേക്കാണ് ഷെൻഹുവ 29 വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഷെൻഹുവ 29ൻ്റെ കറണ്ട് സ്റ്റാറ്റസ്. ഷെൻഹുവ 15 വിഴിഞ്ഞത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഷെൻഹുവ 24 ആയിരിക്കും നമുക്ക് അടുത്തായി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തേക്ക് വരാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം നിങ്ങളിൽ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.